ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന വീട്ടമ്മയാണോ നിങ്ങൾ? പഠിക്കാൻ സമയമില്ല എന്ന് പരാതി പറയുന്ന ഒരു വീട്ടമ്മയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളിത് കാണണം. കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, അതേ രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് നിങ്ങളുടെ മുന്നിലേക്ക് മാസ്റ്റർ കി അക്കാഡമി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടമ്മമാരായിട്ടുള്ള ഫ്രണ്ട്സിനോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ എല്ലാം ഇത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പഠിത്തത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന ടൈം, ആ ടൈമാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രാധാന്യമുള്ള ടൈം അല്ലേ? ഉഷാറായി തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട്. സമയം വരുന്നത് 4 മണി മുതൽ 6 മണി വരെ വെളുപ്പിനെയാണ്. വെളുപ്പിനെ 4 മണി മുതൽ 6 മണി വരെ. ജോലി വേണമെന്നുള്ളവരാണ്, അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെയൊക്കെ ഒന്ന് എഴുന്നേക്കാം. ഓക്കെ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് തന്നെ നമുക്കിതിനെ എന്ത് ചെയ്യണം, വിശേഷിപ്പിക്കണം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം നിങ്ങളിവിടെ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക്, വേറൊരു ടോപ്പിക്ക് നിങ്ങൾ എടുക്കാൻ പാടില്ല. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ പുതിയ പുതിയ കോഡുകൾ സെറ്റ് ചെയ്യുക, ഒരേപോലുള്ള വർഷങ്ങൾ, സംഭവങ്ങൾ സെപ്പറേറ്റ് പേജുകളിലാക്കുക. മനസ്സിലായോ? നമ്മുടെ വാളിൽ സ്റ്റിക്ക് ചെയ്യുക, എഴുതി ഒട്ടിച്ചു വെച്ച് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. പുതിയ ടോപ്പിക്ക് പഠിക്കാനും ഈ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം വിനിയോഗിക്കാം. മനസ്സിലായോ? കാരണം വേറൊരാൾ നിങ്ങളെ ശല്യപ്പെടുത്താനില്ല, ബാക്കി എല്ലാവരും കിടന്നുറങ്ങുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈം നിങ്ങൾ മാക്സിമം വിനിയോഗിച്ചാൽ, പുതിയ ടോപ്പിക്ക് പഠിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കാനും ഒക്കെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിത്തത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ടൈമാണ് ഏത്? 4 മണി മുതൽ 6 മണി വരെ. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഉഷാറായി തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ പഠനം ആരംഭിക്കാം. അടുത്തതാണ് വീരോചിതം വീട്ടമ്മ, ദ ഹീറോയിക് ഹൗസ് വൈഫ്. വേറൊന്നും കൊണ്ടല്ല, വീട്ടമ്മമാരെല്ലാവരും മൾട്ടി ടാസ്കിങ് ആണ്. ഒരേ സമയം തന്നെ പല ജോലികൾ ചെയ്യുന്നവരാണ് അല്ലേ? നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് പഠനം കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ? നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമയമാണ് 6:30 മുതൽ 10:30 വരെ അല്ലേ? ഈ സമയത്ത് നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? പ്രഭാത കൃത്യങ്ങൾ ചെയ്യും, പാചകം ചെയ്യും, കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്ക് പിടിച്ച പരിപാടികളിൽ കുക്കിങ് അല്ലേ? അങ്ങനെ എല്ലാം അവിടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സമയം നിങ്ങൾക്ക് എങ്ങനെ വിനിയോഗിക്കാം? ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞാൽ, പുതിയ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈമിനെ വിനിയോഗിക്കരുത്. പുതിയ ടോപ്പിക്ക് ഈ സമയത്ത് നിങ്ങൾ പഠിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? പകരം മുമ്പ് പഠിച്ച ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. മുമ്പ് പഠിച്ച ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കറണ്ട് അഫേഴ്സിൻ്റെയോ GK-യുടെയോ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാക്സിമം എന്ത് ചെയ്യുക, കേൾക്കുക. ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കുക്കിങ്ങിൻ്റെ ഇടയിലും നമ്മൾ ആ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ തന്നെ വോയിസിൽ റെക്കോർഡ് ചെയ്ത ഏതെങ്കിലും ഒരു ടോപ്പിക്സ്, നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഇതുപോലുള്ള ടൈമിൽ ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ കേൾക്കുക. നിരന്തരമായിട്ട് 3 ദിവസം അടുപ്പിച്ച് നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്രയും ടഫായിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, 3 ദിവസം അടുപ്പിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് പിന്നെ നിങ്ങൾ ഒരു കാലത്തും മറക്കത്തില്ല. അത് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ അത് കൃത്യമായിട്ട് ഫീഡ് ചെയ്യും. അപ്പോൾ അത് ഫോളോ ചെയ്യാം. ഓക്കെ, അടുത്തത് തല്ലിക്കെടുത്താം ഉച്ചമയക്കും, ബ്രെയിൻ ബൂമിംഗ് ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും ജോലിയൊക്കെ ചെയ്ത് നമ്മൾ ക്ഷീണം ഉള്ള വീട്ടമ്മയായിരിക്കാം അല്ലേ? ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും ഒരിത്തിരി മയക്കമൊക്കെ വരും. പക്ഷേ മയങ്ങരുത്. നിങ്ങൾ മയങ്ങാതെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ഉണർത്തി വെക്കുക അല്ലേ? നോക്കി, ആ സമയം നോക്കൂ, 1:30 മുതൽ 3:30 വരെ. 1:30 മുതൽ, കാര്യം നിങ്ങൾ അപ്പോഴത്തേക്കും ലഞ്ചൊക്കെ കഴിച്ച് വീട്ടിലെല്ലാവർക്കും കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യുന്നൊരു ടൈമാണ്. ഈ 1:30 മുതൽ 3:30 വരെയൊക്കെ ആയിരിക്കും മിക്കവാറും വീട്ടമ്മമാർ എന്ത് ചെയ്യാറുള്ളത്, ഉറങ്ങാറുള്ളത്. ഏതെങ്കിലും ഒരൊക്കെ എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈം ഉണ്ടല്ലോ, ഇപ്പോൾ ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ എക്സാം നടക്കുന്ന തീയതി വരെയുള്ള ടൈം, ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉച്ചമയക്കമൊക്കെ ഒന്ന് ഒഴിവാക്കുക. മനസ്സിലായോ?
അതങ്ങ് തല്ലിക്കെടുത്തേരെ. ഓക്കെ, ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ സ്കൂളിൽ നിന്നും വരുന്നത് വരെയുള്ള ടൈമാണ്. ഉച്ചമയക്കം മാക്സിമം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഉച്ചമയക്കം മാക്സിമം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. നോക്കി, ഈ സമയത്ത് മാത്സോ റീസണിങ്ങോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റോ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യാൻ ശ്രമിക്കുക. മാത്സ് പഠിക്കാൻ ശ്രമിക്കുക, റീസണിങ് പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. മാത്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. അതുപോലെ തന്നെ റീസണിങ് നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും ആ ഉറക്കം അങ്ങ് പോകും. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്ക് ഈ സമയത്തേക്ക് മാറ്റിവെക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അടുത്ത എന്താണ്? കിടക്കും മുമ്പ് പഠിച്ചിടാം അല്ലേ? സ്റ്റഡി കോൺഫിഡൻ്റ്ലി. നമുക്ക് പിന്നെ നിങ്ങൾ 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടികൾ വരും. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ട്യൂഷന് വേണം, അവർക്ക് ഫുഡ് കൊടുക്കണം, വീട്ടിൽ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടുകാരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ 8:30 നിങ്ങൾക്ക് ടൈം ഇട്ടിരിക്കുന്നത്. എത്രയാണ്? 8:30 അല്ലേ? 8:30 മുതൽ 10:30 വരെ. 8:30 മുതൽ 10:30 വരെ ഏത് സബ്ജക്റ്റാണോ ഒരുപാട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത്, നിങ്ങളിപ്പം സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കുറേ അധികം പഠിക്കാനുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് വേണം ഈ സമയത്ത് പഠിക്കാൻ. ഓക്കെ ആണല്ലോ? ഒരു 10 കറണ്ട് അഫേഴ്സും കൂടെ ദിവസേന എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. വെറുതെ വായിച്ചു വിട്ടാൽ മാത്രം പോരാ. 10 കറണ്ട് അഫേഴ്സ് വീതം, ഡെയിലി കറണ്ട് അഫേഴ്സ് വീതം എഴുതി വെച്ച് പഠിക്കുക. അത് നിങ്ങൾ പേടിക്കണ്ട. മാസ്റ്റർ കീ അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ് ഉണ്ട്, നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് എഴുതി വെച്ച് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 11 മണിക്ക് തന്നെ നിങ്ങൾ ഉറങ്ങിക്കോ, ഒരു പ്രശ്നവുമില്ല. 11 മണിക്ക് തന്നെ ഉറങ്ങണം. പിന്നെ നമ്മൾ ഓവർ ടൈം ഇരിക്കരുത്. ഓവർ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ട് പിന്നെ ഗുണമില്ല. കാര്യം നമുക്ക് 4 മണിക്ക് വീണ്ടും എഴുന്നേക്കണം. മനസ്സിലായി? തൊട്ടടുത്ത ദിവസം എഴുന്നേക്കണം. ഒരു 5 മണിക്കൂറെങ്കിലും ഉറക്കമില്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പിന്നെ നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൂടെ കൊടുക്കണമല്ലോ. നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിരിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് 11 മണിക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഉറങ്ങാൻ കൂടി ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ടൈം ടേബിൾ, ഈ പ്രത്യേക ടൈം ടേബിൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഈ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഉടൻ തന്നെ, ഇനി ഒരു കാര്യം കൂടെ പറയാം, ഏതെങ്കിലുമൊക്കെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ സ്കിപ്പായിട്ടുണ്ടാവാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ, മാക്സിമം ഫംഗ്ഷനൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ഫംഗ്ഷൻസിന് മാത്രം എന്ത് ചെയ്യുക? പോകാൻ ശ്രമിക്കുക. അല്ലാതുള്ളതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ, ഓക്കെ, ജോലി വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഇനി ഏതെങ്കിലും ഒരു ദിവസമൊക്കെ സ്കിപ്പായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ആ സ്കിപ്പായ ദിവസത്തെ ടോപ്പിക്ക് കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ കവറപ്പ് ചെയ്തെടുക്കാൻ നോക്കണം അല്ലേ? കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ നോക്കണം. ഞാനിപ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ആ ടോപ്പിക്കിൻ്റെ ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓരോ സമയത്തും എത്ര ടോപ്പിക്ക് പഠിക്കണം, എന്തോരം പഠിക്കണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഒരു ഡെയിലി ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ കോഴ്സുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കൃത്യം 24/7 മെന്റർഷിപ്പാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ തരാം. പഠിക്കുന്നത് ഇതേ രീതിയിൽ അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.